ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്നെ കണ്ടിട്ട് കുറച്ച് നാളായി കാണും അല്ലേ? എൻ്റെ വീഡിയോസൊക്കെ കുറച്ച് നാളായിട്ട് ഡിലേ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെ കയ്യിലുള്ള, അതായത് ഈ മന്തിലെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്കിൻ പ്രൊഡക്ട്സ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിൽ മേക്കപ്പ് ഉണ്ട്, സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഷാനലിൻ്റെ വാട്ടർ ഫ്രഷ് ടിൻ്റ് എന്നുള്ള ഒരു സെറമാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അഹാനയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ കുറച്ച് ട്രെൻഡിയാണ്. അപ്പം ഞാനും വാങ്ങി ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അതായത് ഇത് ഫൗണ്ടേഷൻ എഫക്റ്റ് കിട്ടും. ഇത് ഒരു സെറമാണ്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. വളരെ കുറച്ച് മതി യൂസ് ചെയ്യാനായിട്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും അതിൻ്റെ ഒരു കളർ ലുക്കും. കണ്ടില്ലേ? ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് നമ്മളൊന്ന് സ്മഡ്ജ് ചെയ്ത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതുകൂടെ കാണിച്ചു തരാം. ഒരു ഫൗണ്ടേഷൻ എഫക്റ്റ് കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. കണ്ടോ? ഒരു ഫൗണ്ടേഷൻ എഫക്റ്റ്, അതിൻ്റെ കൂടൊപ്പം തന്നെ ഒരു ഗ്ലോയി എഫക്റ്റും കൂടി കിട്ടും. അതാണ് വളരെ കുറച്ചേ ഞാൻ എടുത്തുള്ളൂ. കണ്ടില്ലേ? ഈ സൈഡിലും കൂടെ ചെയ്ത് കളിക്കും. ഇപ്പോൾ കാണാമോ നിങ്ങൾക്ക്? ഒരു ചെറിയൊരു ഗ്ലോയി ലുക്കും വരുന്നുണ്ട്. എന്നാൽ ഒരു ഫൗണ്ടേഷൻ്റെ ഒരു ലൈറ്റ് വേർഷനാണ് കൂടിയാണ് ഇത്. കണ്ടില്ലേ? സ്കിന്ന് നല്ല ഒരു കവർ ചെയ്തതുപോലെ. നമ്മൾ മേക്കപ്പ് ഇട്ടതെന്നു ചോദിച്ചാൽ മേക്കപ്പ് ഇട്ടിട്ടില്ല, പക്ഷേ ഒരു 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 ലെയർ കവറിങ് കിട്ടും. അതുകൊണ്ട് ഇത് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഷാനലിൻ്റെ ഇത് ആർക്കെങ്കിലും വാങ്ങി ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം. വാട്ടർ ഫ്രഷ് ടിൻ്റ്. ഇതിൻ്റെ ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ വാങ്ങിയത് മീഡിയം ലൈറ്റാണ്. ലൈറ്റ് ഉണ്ട്, മീഡിയം ലൈറ്റ് ഉണ്ട്, അങ്ങനെ എനിക്കൊന്നൊരു 4 കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ഉണ്ട് ഇതിൻ്റെ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൻ്റെ മാച്ചായിട്ട് നോക്കി മേടിക്കാം. പ്രൈസ് വൈസ് ഇച്ചിരി പ്രൈസിയാണിത്, പക്ഷേ ഇത് വേർത്തിയാണ്. കണ്ടില്ലേ? ഈ ഒരു ബോട്ടിലുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ബ്രഷും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷേ ഹാൻഡ് വെച്ച്, ഈ ബ്രഷിനേക്കാൾ എനിക്ക് തോന്നുന്നു ഹാൻഡ് വെച്ച് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ നമ്മുടെ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല ഒരു ലുക്ക്, നമുക്കൊരു പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു മേക്കപ്പ് ലുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. കണ്ടോ? ഇതിൻ്റെ ഒരു ബ്രഷും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇടാം. പിന്നെ ഇത് നാട്ടിൽ ഇത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഷാനലിൻ്റെയൊക്കെ പ്രോഡക്റ്റ് കിട്ടുന്ന കടകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് കുറേ നാളായി, അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് കിട്ടുന്നതെന്ന് അറിയില്ല. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. മേക്കപ്പ് അധികം ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക്, എന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു നല്ല ലുക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മസ്റ്റ് ട്രൈ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇത് 30 ml ആണ്. പിന്നെ ഞാൻ വാങ്ങിയത് ബോബി ബ്രൗണിൻ്റെ വൈറ്റമിൻ എൻറിച്ച്ഡ് ഫേസ് ബേസ് ക്രീമാണ്. ഇത് നമുക്ക് ഒരു പ്രൈമറായിട്ട് യൂസ് ചെയ്യാം, ഒരു മോയ്സ്ചറൈസിങ് ക്രീം പോലെ യൂസ് ചെയ്യാം. അതായത് മേക്കപ്പിന് മുമ്പ് ഇടുന്ന ഒരു ബേസായിട്ട് ഇടുന്ന ഒരു ക്രീമാണിത്. വൈറ്റമിൻ എൻറിച്ച്ഡ് ഫേസ് ക്രീം ബോബി ബ്രൗണിൻ്റെ. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാകും, പലരും ഉപയോഗിച്ച്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ ഇരിക്കുന്നത്. അതിൻ്റെ ക്രീം കൺസിസ്റ്റൻസി ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ? വൈറ്റ് അല്ല, ഒരു ക്രീമി കളറാണ്. ഇതാ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. വളരെ എന്താ പറയുക, ഒരു ലൈറ്റൻ ആയിട്ടുള്ള ഒരു, കണ്ടില്ല? പക്ഷെ ഇതും ഒരു ഗ്ലോയി ഫിനിഷ് തരുന്നുണ്ട് അല്ലേ? കയ്യെ തേച്ചപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും, ഒരു ഗ്ലോയി എഫക്റ്റ്. ഇത് മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഇടുന്ന ഒരു ബേസായിട്ട് ഇടുന്ന ഒരു, അല്ലെങ്കിൽ പ്രൈമറായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ മറ്റൊരു പ്രൊഡക്റ്റ്, ബോബി ബ്രൗണിൻ്റെ. ഇതും നല്ല വൈറ്റമിൻ എൻറിച്ച്ഡ് ഫേസ് ബേസ് തന്നെയാണിത്. മോയ്സ്ചറൈസിംഗ് ആയിട്ട് യൂസ് ചെയ്യാം, പ്രൈമറായിട്ട് യൂസ് ചെയ്യാം. ഓൾ ഇൻ വൺ പ്രൈമർ ആൻഡ് മോയ്സ്ചറൈസർ തന്നെയാണ് ഇവർ എഴുതിയേക്കുന്നത്. ഹൈഡ്രേറ്റ് തരുന്ന നല്ലൊരു ക്രീമാണ്. നോൺ ഗ്രീസിയാണ് കേട്ടോ ഇത്. ഇതും കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ
നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് സ്കിന്നിന് വേണ്ടി മേടിക്കുമ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നാന്ന് ചോദിച്ചാൽ സ്കിന്നിന് വേണ്ടി നമ്മൾ എന്ത് മേടിക്കുമ്പോഴും നല്ലൊരു ബ്രാൻഡും നോക്കി നല്ല നമ്മുടെ സ്കിന്നിന് കൂടുതൽ മാച്ച് ആവുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുറേ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ വാങ്ങുമ്പോൾ നമ്മളത് പ്രൈസ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടും നമ്മൾ കഴിക്കുന്ന ആഹാരമാണെങ്കിലും എല്ലാം വൈറ്റമിനായിട്ടുള്ള, അതായത് വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും നമ്മുടെ സ്കിന്നിന് ഗുണം ചെയ്യും. അതുപോലെ തന്നെ പുറമെ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീം ആയിക്കോട്ടെ, അതും കുറച്ച് നല്ല പ്രൊഡക്റ്റുകൾ നമ്മൾ ഫോളോ ചെയ്താൽ അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായാലും നമുക്ക് സ്കിന്നിന് കിട്ടും. പിന്നെ ഞാൻ വാങ്ങിയ ഒരു മസ്കാരയാണ്. ഇതെൻ്റെ മസ്കാര എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം തീർന്നു കഴിഞ്ഞപ്പം ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗുച്ചിയുടെ ഒരു മസ്കാരയാണ് വാങ്ങിയത്. ഇത് വോളിയം തരുന്ന ഒരു മസ്കാരയാണ്. അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഗുച്ചിയുടെ മസ്കാര. അതിൻ്റെ ബ്രഷ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടോ? ഇതും നല്ലൊരു മസ്കാര കേട്ടോ, നല്ല വോളിയം തരുന്ന മസ്കാര. വോളിയം ഒരുപാട് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വാങ്ങി യൂസ് ചെയ്യാം. നമ്മുടെ ഐലാഷസ് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ വിടർന്ന് നിൽക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നൊരു കുറച്ച് ലോങ് ലാസ്റ്റിങ്ങും കൂടാണ്. പെട്ടെന്ന് അങ്ങനെ സ്മഡ്ജ് ചെയ്തൊന്നും പോകുന്നതല്ല. നല്ല മസ്കാരയാണ് ഗുച്ചിയുടെ. ഇതിന് നമ്പറൊന്നുമില്ല കേട്ടോ, ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ കിട്ടും ഗുച്ചി മസ്കാര. അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സിനായിട്ട് വേണ്ടിയിട്ട് മേടിച്ചത്. ഇനി നിങ്ങൾക്ക് വേറൊരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ലോസിറ്റെയിൻ എൻ്റെ ഒരു പ്രൊഡക്റ്റാണിത്. ഇത് നാട്ടിലിത് അത്ര ഒരു ഫേമസ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ ഞാൻ അങ്ങനെ അധികം ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. പക്ഷെ ഇവരെ ഹാൻഡ് ക്രീം എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്, ലോസിറ്റെയിൻ ഹാൻഡ് ക്രീം. ഞാൻ ഈ പ്രാവശ്യം ഇവിടെ ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് ഹാൻഡ് ക്രീം ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് വാങ്ങിയതാണ്. ഞാൻ നേരത്തെ ഇവരുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അത്ര ഫാൻ അല്ലായിരുന്നു ആ ടൈമിൽ. ഓൺലി ഹാൻഡ് ക്രീം മാത്രം എനിക്കിഷ്ടമാണ് ഇവരെ. ബാക്കി ഉള്ള പ്രോഡക്ട്സ് സെറം ഒന്നും അത്ര ഞാൻ ഫാനല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം വാങ്ങിയിട്ടില്ല. ഇതാണ് ഹാൻഡ് ക്രീം. ഇതിൻ്റെ ക്രീം എങ്ങനെയായിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഷീ ബട്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് ഈ ക്രീം. പക്ഷേ നല്ല ഹാൻഡ് ക്രീമാണ്. കുറേ നേരം നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നേരം നമ്മുടെ കൈ നല്ല മോയ്സ്ചറായിട്ടിരിക്കും. ഉണ്ടല്ലേ? അപ്പോൾ ഇതാണ് ഈ മന്തിലെ എൻ്റെ ഒരു വൺ ഓഫ് ഫേവറേറ്റ് പ്രൊഡക്റ്റ്, ലോസിറ്റെയിൻ. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു $39 ആയെന്ന് തോന്നുന്നു ഈ ഒരു ക്രീമിന്. ഇതും കുറച്ച് എക്സ്പെൻസീവാണ് ഇവരുടെ പ്രോഡക്റ്റ്. അതിൻ്റെ ഒപ്പം അവരെനിക്കൊരു ഷവർ ഓയിൽ എനിക്ക് സാമ്പിളായിട്ട് തന്നതാണ്. ഇത് ഓയിൽ കൺസിസ്റ്റൻസിയാണ് ഉള്ളത്. നമ്മൾ കുളിക്കാൻ നേരത്ത് ഇത് നല്ലതായിട്ട് വാട്ടർ മിക്സ് ആകുമ്പോൾ നല്ലതായിട്ട് അത് സോപ്പ് പോലെ തന്നെ നമുക്ക്, അതായത് ഷവർ ജെല്ല് പോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിനൊരു ബെനിഫിറ്റ് എന്നാന്ന് ചോദിച്ചാൽ നല്ല ഒരു സ്കിൻ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊരു ഓയിലി ഫീലും കിട്ടും, ഒരു മോയ്സ്ചറൈസ് ഫീലും കിട്ടും. ഒരുപാട് സോപ്പ് പോലെ പതഞ്ഞ്, അല്ലെങ്കിൽ ഷവർ ജെല്ല് ചിലതുണ്ടല്ലോ ഒരുപാട് പതഞ്ഞ് വരുന്നത്, അങ്ങനെ അത്രയും പതഞ്ഞ് വരില്ല. അപ്പോൾ അത് സ്കിന്നിന് കുറച്ച് നല്ലതാണ്. ഞാനപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. നല്ലതാണ്. ഇതിൻ്റെ സ്മെല്ലാണെങ്കിലും വളരെ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അതായത് നമുക്കങ്ങ് ഭയങ്കര ഒരു വല്ലാതെ കുത്തുന്ന ഒരു സ്മെല്ലല്ല, ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണിത്. പിന്നെ ഇവരെ എപ്പോഴും ഒരു നാച്ചുറൽ പ്രോഡക്റ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, നമ്മുടെ ആയുർവേദിക് പ്രോഡക്റ്റ്സ് ഇല്ലേ കേരളത്തിലൊക്കെ ഉള്ള, അതുപോലെ തന്നെ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഇവരേത് ഈ ലോസിറ്റെയിൻ കമ്പനിയുടെ. അതായത് അവർക്ക് വലിയൊരു സ്മെല്ലുകളൊന്നുമില്ല, പക്ഷേ നമുക്ക് ഈ ആയുർവേദിക് പ്രോഡക്റ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു സ്മെല്ലാണിത്. എന്ന് പറഞ്ഞാൽ ആയുർവേദ ഓയിലിൻ്റെയൊക്കെ മണമല്ല, കുറച്ച് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു ഷവർ ഓയിലാണ്. ആർക്കെങ്കിലും വാങ്ങി ട്രൈ ചെയ്യണമെങ്കിൽ ലോസിറ്റെയിൻ്റെ ഈ ഷവർ ഓയിൽ മേടിച്ച് നോക്കാം, ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ ഈ മാസം എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിലോ, അല്ലെങ്കിൽ ഡീറ്റെയിൽ വേണമെങ്കിലോ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വേണമെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ താഴെ നിങ്ങൾക്ക് കമൻറ്റിന് അതിന് റിപ്ലൈ തരാം. അതിൻ്റെ പ്രൈസ് ഞാൻ പറയാം. പിന്നെ
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നല്ല സ്കിൻ കെയർ പ്രോഡക്ട്സ് കാണണമെങ്കിൽ അല്ലെങ്കിൽ മേക്കപ്പ് തിങ്സ് കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നല്ല നല്ല വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരാം. അപ്പോൾ എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.